നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിന്റെ നിശബ്ദത എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു. അതെ, നിങ്ങൾ മിണ്ടാതായപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ഈ വായനയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് ഏകുന്ന വിളക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇരുട്ടിലേക്ക് പോവുക, അതിലൂടെ ദുഃഖത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ആ വ്യക്തിക്ക് പിന്നെ വിധിയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാതോർത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ എത്രത്തോളം ധൈര്യശാലികളാണ്, മനോധൈര്യമുള്ളവരാണ്, മനക്കട്ടിയുള്ളവരാണ് എന്ന് ഈ വ്യക്തി വളരെയധികം ആശ്ചര്യത്തോടെ നിങ്ങളെ നോക്കിക്കാണുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില സത്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഈ വ്യക്തിയിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികളും നിങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും എല്ലാം വളരെയധികം ഉയർന്ന തലത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ചില കൈപ്പേറിയ പാഠങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഓരോ സാഹചര്യത്തിലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് അകന്നു പോയത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് മുന്നിൽ വളരെ പോസിറ്റീവായി പറയുവാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഈ വ്യക്തി ഇന്നും ഭയത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ഇടവും ആത്മാഭിമാനവും കോൺഫിഡൻസും ഈ വ്യക്തിയിൽ ഇനി വരണമെങ്കിൽ നിങ്ങളുമായി കൂടിച്ചേർന്നേ മതിയാകൂ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അത് പുതിയ ജീവിതത്തിലേക്ക്, നിങ്ങളുമായിട്ടുള്ള പുതിയ പദ്ധതികളിലേക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജീവിതത്തിലേക്കോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ പുതിയ തീരുമാനങ്ങൾ, ജീവിതശൈലി, പുതിയ ജോലി, പുതിയ സ്ഥലം എന്നിങ്ങനെയുള്ള പുതിയ മാറ്റത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തീർത്തും നമുക്കിവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് താൻ വിതച്ചതേ കൊയ്യൂ എന്നുള്ള ഒരു അറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വരുന്നത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ വളരെ മോശമായി പോയി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ കൂടി നിങ്ങളെ അകറ്റുവാൻ വേണ്ടി ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത, ഈ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച ആരൊക്കെയാണോ അവരുടെ ആരുടെയും സാന്നിധ്യം ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അടുത്ത രീതിയിൽ പറയുവാനുള്ളത് ഈ വ്യക്തി ഇപ്പോൾ സ്വന്തം അറിവിലേക്കും പാഠങ്ങളിലേക്കും ഉൾക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പല കാര്യങ്ങളിലും ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു ശുഭാപ്തി വിശ്വാസം കൈവരിക്കുന്നുണ്ട്. കാരണം ശുഭാപ്തി വിശ്വാസമില്ലാതെ ഇനി ഒരല്പമെങ്കിലും മുന്നോട്ട് പോകാൻ ആവില്ല എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടെ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ
നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പോലും പലതരത്തിലുള്ള ഫലങ്ങളാണ് ഇനി കണ്ടു തുടങ്ങുവാൻ പോകുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ആകർഷണവും സ്നേഹത്തിന്റെ ആഴവും ഈ വ്യക്തിയിൽ നിന്നും വന്നുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിക്ക് താങ്ങാനാകുന്നില്ല എന്നുള്ളത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊരു പക്ഷെ നേരിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നില്ലായിരിക്കാം, പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അതൊരിക്കലും സ്നേഹമില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ എനർജിയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യാസങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് തീർത്തും ചിന്താഗതികളിലും എടുക്കുന്ന തീരുമാനങ്ങളിലും സംസാരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒക്കെയാണ് ഈ വ്യക്തി അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എപ്പോഴും വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വരാനായിട്ട് തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം എനിക്ക് വേണം, ഞാൻ എന്നുള്ള ചിന്താഗതി, അഹങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് ഏറെ കൂടുതൽ ഉണ്ടായിരുന്ന ഊർജം. അപ്പോൾ അതിൽ നിന്നുമൊക്കെ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ വ്യക്തി സ്വയമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായി തന്നെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുപോലെ പലവരും തൻ്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവും കൂടെ ഈ വ്യക്തിയെ തേടി വരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാനുള്ളത് ക്ഷമാശീലവും സത്യസന്ധതയുമാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതി തന്നെയാണ് നമുക്ക് കാണുവാനും കഴിയുന്നത്. നിങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ എപ്പോഴാണോ ഇതിൽ നിന്നും പിന്മാറി തുടങ്ങിയത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ഒന്നുമല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാരണം. ഇവിടെ ഇപ്പോൾ ഉടനടി പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കാൻ പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഉടനടി തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലിനെ കുറിച്ച് തന്നെയാണ്. ഇത് എത്രമാത്രം പവിത്രമായ പ്രണയബന്ധമാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കാൻ കുറച്ച് താമസമെടുത്തു. പക്ഷെ കുറച്ച് താമസമെടുത്തെങ്കിലും ഈ വ്യക്തി അത് മനസ്സിലാക്കി എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടി മറ്റു ചില വ്യക്തികൾ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്കിവിടെ കാണാം. അത് കേവലം മാലാഖമാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. എന്നിങ്ങനെയുള്ള ഒരു പുതിയ കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇനിയിപ്പോൾ ജയിക്കുവാൻ പോകുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അകമഴിഞ്ഞിട്ടുള്ള ക്ഷമയും സഹനശക്തിയും വിശ്വാസവും ആത്മവിശ്വാസവും തന്നെയാണ് ഇവിടെ ഉയർത്തി മാനിക്കുവാൻ പോകുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ മിണ്ടാതായത്, ഈ വ്യക്തിയിൽ നിന്നും അകന്നു മാറിയത്, നിങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് ഈ പ്രണയബന്ധം എനിക്കിനി വേണ്ട, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ ഈ വ്യക്തിയോട് പറഞ്ഞ് നിങ്ങൾ ഒരു യാത്രാമൊഴി പോലും ചൊല്ലാതെ ദൂരേക്ക് നടന്നു നീങ്ങിയത് എപ്പോൾ മുതൽ തൊട്ടാണോ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ വായന നിർത്തുകയാണ്. എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയ അധ്യായത്തിൽ കാണാം. പുതിയ അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.